ഹലോ! ഇന്ന് കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ പപ്പി മോളുടെ സങ്കടം പറച്ചിലാണ്. അതായത് അച്ചാമ്മയോട് സങ്കടം പറയുവാണ്. സത്യഭാമയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ആരും ഈ വീട്ടിലെ കുട്ടിയായിട്ട് കാണുന്നില്ല. ഞാൻ ഈ വീട്ടിലെ കുട്ടിയാണെന്നും എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും മോളാന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല. സത്യഭാമ പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള സങ്കടം പറയുന്നു. അപ്പോൾ സത്യഭാമ അതിനൊരു തീരുമാനം എടുക്കുവാണ്. ഇനി ആരും ഇങ്ങനെ എൻ്റെ കുട്ടിയെടുത്ത് പറയാതിരിക്കാനായിട്ട് നമുക്ക് എല്ലാവരെയും വായടപ്പിക്കാനായിട്ട് തെളിവങ്ങ് കൊടുത്താൽ മതിയല്ലോ. എന്താണ് ആ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ടെസ്റ്റ് എടുക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്യാം അങ്ങ് ഞെട്ടുവാണ്. പക്ഷേ രാഘവേട്ടൻ പറയുന്നത് അതാണ് ഭാമയെ വേണ്ടത്, ഇതാണ് ശരി, ഇവരൊക്കെ വായടപ്പിക്കാൻ ഇത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ടുള്ള രീതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ എന്ന് പറയുന്നു. പക്ഷേ ശ്യാമയ്ക്കത് ഭയങ്കര പേടിയാവുന്നു. പക്ഷേ ആ സമയത്ത് വേറെ ആർക്കും ഒരു റെസ്പോൺസ് ഇല്ല. അങ്ങനെ തന്നെ ആ ഭാഗം കഴിയുന്നു. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ശാലിനിയുടെ ശാരദാമ്മയായിട്ട് വീട്ടിലാണ് കാണിക്കുന്നത്. ശാലിനി അങ്ങ് തകർന്നങ്ങ് നിൽക്കുവാണ്. അയ്യോ, DNA ടെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്യാമയ്ക്ക് DNA ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അമ്മയെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ശാരദ ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും മോള്? എനിക്കറിയില്ല അമ്മേ, എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ചോദിച്ചു. ശാലിനി ഭയങ്കരമായിട്ട് കരയുന്ന പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു വ്യക്തി പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് സംസാരിക്കുന്ന ഒരു സംസാരം എന്ന രീതിയിലാണ് ശാലിനി സംസാരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നീ അല്ലേടി പറഞ്ഞത്, അങ്ങനെ അതാ വന്നു കഴിഞ്ഞാൽ അതിന് കാര്യം നോക്കിക്കൊള്ളാം നീ ഉണ്ടെന്ന് പറഞ്ഞത്, അന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങ് കൈ മലത്തി കാണിക്കുവാന്ന്. അന്നേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞാണ് സത്യാമ്മയുടെ പോയി സത്യമായിട്ട് തന്നെ എല്ലാം പറയാമെന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ശാലിനിയുടെ ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല അമ്മ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശാലിനി അതുപോലെ സങ്കടപ്പെടുമ്പം ശാരദാമ്മ അവിടെ പോയി മുറ്റത്തിരുന്നിട്ട് പറയുവാണ്, ഓ ദൈവമേ, എനിക്ക് മരിച്ചാലും സ്വസ്ഥത കിട്ടത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി വന്ന് അമ്മയുടെ തോളിൽ കൈവച്ച് പറയുന്നു, അമ്മേ പേടിക്കണ്ട. അപ്പോഴത്തേക്കും ശാലിനി മനസ്സിനകത്ത് സമ്പൂർണ്ണ ധൈര്യം എടുത്തിട്ട് ശാലിനി പറയുന്നുണ്ട്, അമ്മയെ പേടിക്കേണ്ട, ഇവിടെ ആർക്കും, ശാലിനി ഇവിടെ ജീവനോടുള്ള കാലം വരെ ആർക്കും ഇവിടെ ഒന്നും നഷ്ടപ്പെടത്തില്ല, ആർക്കും തന്നെ ഒന്നും നഷ്ടപ്പെടില്ല. ശാലിനിക്ക് ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെടാൻ ശാലിനി അനുവദിക്കുന്നില്ല എന്ന് ശാലിനി വാക്ക് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അവിടെ അങ്ങ് രാത്രിയാണല്ലോ, ആ രാത്രിയത്തോടെ ആ ഭാഗം കഴിഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലത്തെ രീതിക്കകത്ത് ഹാളിനകത്ത് സത്യഭാമ ഇരിക്കുന്നു. അതുപോലെ തന്നെ വിഷ്ണു ഇരുന്ന് പത്രം വായിക്കുന്നു. അപ്പോൾ സത്യഭാമ എന്ത് ചെയ്യുവാണ്, ഫോൺ എടുത്ത് വെച്ചിട്ട് ആരെയോ കോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അപ്പം കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും എടുക്കുന്ന ആരാന്നറിയാം, ആ ബ്രോക്കറാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താ അതിനെ അന്വേഷിച്ച കാര്യം, ഇയാൾ പിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ പെണ്ണിനെ. അത് സത്യാമ്മയ്ക്കായിട്ടൊരു മരുമോൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ, എല്ലാം ഒത്തു വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് എന്നാലും ഇപ്പോൾ ഒരു പെണ്ണ്, അങ്ങനത്തെ എല്ലാം ഒത്തു വന്ന ഒരു പെണ്ണ് വന്നിട്ടുണ്ട് സത്യഭാമയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ചടക്കം ഭയങ്കര പ്രാധാന്യമാണെന്നുള്ള കാര്യം സത്യഭാമ പറയുന്നുണ്ട് ബ്രോക്കറിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ കേട്ട് വിഷ്ണുവിനങ്ങ് കലി തുള്ളി അങ്ങ് നിൽക്കുവാണ്. പക്ഷേ വിഷ്ണു അങ്ങ് കടിച്ച് പിടിച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്ക് അവൻ പെണ്ണ് കാണാനുള്ള തയ്യാറെടുപ്പാണ് അടുത്ത് നടത്താൻ വേണ്ടി അവർ ഫോണിൽ കൂടെ സംസാരിക്കുക. അപ്പം ഇന്നേക്കിനി 4-ാം ദിവസം, 4 ദിവസം 5-ാം ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് പെണ്ണ് കാണാൻ പോകുമെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് ഇവർ പറയുകയാണ് 5-ാം ദിവസത്തേക്ക് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെയും ചെയ്തോ ഇവിടെയും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് വിഷ്ണു അടുത്ത് സത്യഭാമ ഫോൺ കട്ട് ചെയ്തിട്ട്, നീ ഞാൻ പറയുന്നതൊക്കെ കേട്ടല്ലോ, ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഈ വട്ടം നീ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നിനക്കറിയാലോ അമാവാസ്യ ദിവസത്തിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്തിൻ്റെ കാലാവധി തീർന്നു എന്നുള്ള രീതിക്കകത്തൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. പിന്നെ പെണ്ണിനെ ഇഷ്ടമല്ല എന്നൊന്നും പറയാനായിട്ട് നിൽക്കേണ്ട, കാരണം വിഷ്ണു പറയുന്നത് അത് പെണ്ണിനെ എനിക്കും കൂടെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും നീ ഇനി പെണ്ണ് ഇഷ്ടമായില്ല എന്നുള്ള പറഞ്ഞ് ഒഴിവ് കഴിവൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല വിഷ്ണു, ഇനി ഞാൻ നോക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നതാണ് പ്രാധാന്യം, നിൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ പ്രാധാന്യമല്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അത് കേട്ടിട്ട് വിഷ്ണുവിന് ഞാൻ ഒന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ വിഷ്ണു കലിയും കൊണ്ട് പുറത്ത് പോയി മുറ്റത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് ആരാണ് നിൽക്കുന്നത്, ശ്യാമ നിൽപ്പുണ്ട് സ്റ്റെപ്പിൻ്റെ അവിടെ. അതുപോലെ തന്നെ ശ്യാമയുടെ കൂടെ തന്നെ നമ്മുടെ പപ്പിമോളും കൂടെ നിൽപ്പുണ്ട്. പപ്പിമോൾക്ക് മനസ്സിലായി വലിയച്ഛന് വിഷമായെന്ന് മനസ്സിലായപ്പോഴത്തേക്കും വലിയച്ഛൻ പുറത്ത് പോയി നിൽക്കുന്ന വലിയച്ഛൻ്റെ കൂടെ പോയിരിക്കുന്നു. അപ്പം ബാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ പിടിച്ചിരുന്നത്, എന്താ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വയ്ക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, വലിയച്ഛന് സങ്കടമായല്ലേ, എനിക്കെന്തിനു സങ്കടം എന്ന്, എൻ്റെ അടുത്തൊന്നും ഒളിപ്പിക്കേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് പപ്പി പറയുന്നു. ഇനി വാ ഞാൻ സീക്രറ്റ് പറയാം, വലിയച്ഛന് സങ്കടം യഥാർത്ഥത്തിനകത്ത് ചേച്ചിയമ്മ വരാത്തതിൻ്റെ സങ്കടമല്ലേ, വലിയച്ഛന് ഈ പെണ്ണ് കാണാനൊന്നും പോകാൻ ഇഷ്ടമല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും വിഷ്ണു ചിന്തിക്കുന്നു, ഈ കുഞ്ഞിന് പോലും എന്നെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എൻ്റെ അമ്മയ്ക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ലല്ലോ എന്ന് വിഷ്ണു ചിന്തിക്കുന്നു സങ്കടപ്പെടുന്നതായിട്ട്.
അപ്പോഴത്തേക്കും അതാണ് അവിടുത്തെ എപ്പിസോഡ്. പിന്നെ കാണിക്കുന്നത് ശാലിനിയുടെ വീട്ടിൽ ശാരദാമ്മയുടെ ഹോട്ടലിനകത്ത് ശാലിനി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കൂടെ അസിസ്റ്റൻറ്റും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ശാരദാമ്മ ആയാലും വിളമ്പുന്ന ആ ചേച്ചി ആയാലൊക്കെ ഭയങ്കര സ്നേഹത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു. ശാരദാമ്മ പറയുന്നുണ്ട്, നീ ഒരു കളക്ടറല്ലേ, നിനക്ക് ഇതുപോലത്തെ ഒരു തുക്കട ചായക്കടയിലൊക്കെ വന്നാന്നോ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് കാണുന്നത്, അപ്പം നിനക്ക് വലിയ വലിയ ഹോട്ടലിൽ വരെ കയറി വേണ്ടേ കഴിക്കാൻ എന്നൊക്കെ രീതിക്കകത്ത് ശാരദാമ്മ പറയുമ്പോഴത്തേക്കും ശാലിനി ഒന്നും മിണ്ടാണ്ടെന്ന് കഴിക്കുന്നു. അതിന് ഈ നമ്മുടെ നാട്ടിലെ എല്ലാ മന്ത്രിമാരെല്ലാം ചെറിയ ചായക്കടയിലൊക്കെ കയറാറുണ്ട്. അതൊക്കെ പിന്നെ ഇലക്ഷൻ സമയമാകുമ്പോൾ കയറിയിട്ട് അപ്പോഴത്തേക്കും കുമാരേട്ടൻ്റെ ചായക്കടയിൽ കയറി എന്നൊക്കെ വരും. പിന്നെ അപ്പോഴത്തേക്ക് ആ ചായക്കടയ്ക്ക് ഒരു ബ്രാൻഡിൻ്റെ പേരൊക്കെ വന്നത് നമ്മുടെ പ്രധാനമന്ത്രി കയറിയ ചായക്കട എന്നൊക്കെ ഉള്ള പേരിനകത്ത് അതൊക്കെ അറിയപ്പെടും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരാണ്, സാധാരണ രീതി വേണം ജീവിക്കാൻ. അല്ലാതെ പണ്ടത്തെ കാലത്തെ ഒരു സിസ്റ്റമാണ് ഇതൊക്കെ. അതാകുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ കളക്ടർമാർക്കൊക്കെ അടുത്ത് ആരും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന് എന്തോ ഇംഗ്ലീഷ് ഒരു വാക്ക് പറയുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അസിസ്റ്റൻ്റ് അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ മോളെ അതിൻ്റെ വാക്കും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് പ്രോട്ടോക്കോൾ അമ്മ എന്ന് പറയുന്നുണ്ട്. ആ അത് തന്നെ പ്രോട്ടോക്കോൾ. അപ്പം നിനക്ക് ഈ പ്രോട്ടോക്കോളൊന്നും ഇല്ലേടി എന്ന് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. അമ്മ ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് അയിത്തം എന്ന് പറയുന്നതിനും തൊട്ടു തീണ്ടായ്മയ്ക്ക് ഇന്നത് പുതിയ കണ്ടുപിടുത്തം തന്നെയാണ് പ്രോട്ടോക്കോൾ. നമുക്ക് എന്ത് പ്രോട്ടോക്കോളൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനി ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം ശാലിനിയെക്കുറിച്ച് ശാലിനിയുടെ അസിസ്റ്റൻ്റ് ചിലപ്പം മാഡം കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ കഴിയുമ്പോഴേക്കും മാഡം നമ്മളെ കളിയാക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവുന്നത് മാഡത്തിന് ചിലപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ശാരദ പറയുന്നു, അയ്യോ ഇവളുടെ മോൾ അതുപോലെയാണേ, ഇവിടെ സത്യ എന്ന് പറയുന്ന ആ മോളാണെങ്കിൽ നമ്മളെ എല്ലാം ഇട്ട് വട്ടം കറപ്പിക്കും. നമുക്കൊന്നും പിന്നെ ഇവിടെ എനിക്ക് ശാന്തയ്ക്ക് ആവട്ടെ ഗോപാലട്ടനൊക്കെ ആണെങ്കിൽ അങ്ങ് വട്ടം കറപ്പിക്കും, ഇവളുടെ അപ്പുറമാണ് അവളെന്ന രീതിക്ക് അത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ഡ്രൈവർ നമ്മുടെ കുട്ടി സത്യേനെ കൊണ്ടുവന്ന് സത്യഭാമയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കും. നമ്മുടെ വലിയ സത്യഭാമയുടെ വീട്ടിൽ കുട്ടി സത്യഭാമയെ കൊണ്ടുവന്ന് ഡ്രൈവർ ഇറക്കുവാണ്. അപ്പോഴത്തേക്കും സത്യ അവിടെ ട്യൂഷൻ പഠിക്കാൻ പോയതാണ്. അതിൻ്റെ 4 വീട് അപ്പുറത്തേക്കാണ് ട്യൂഷൻ. അത് കഴിഞ്ഞിട്ട് വന്നപ്പം ഇവിടെ കയറിക്കോട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ കയറിക്കോളാനായിട്ട് അമ്മ പെർമിഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും സത്യ അകത്ത് കയറി ചെല്ലുന്നതിന് മുമ്പേ സത്യ സ്വീകരിക്കാനായിട്ട് ആര് വന്നിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ശ്യാമ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമയെ കാണുമ്പോഴത്തേക്കും എന്നെ എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സത്യ ഭയങ്കര ക്യൂട്ടായിട്ട് എന്നെ എടുക്ക്, അകത്തേക്ക് പോ, എന്നെ ഇറക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സത്യയെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണുന്നു. അപ്പം സത്യയെ കാണുമ്പോഴത്തേക്കും ഹാളിൽ തന്നെ മുത്തശ്ശൻ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ നിൻ്റെയും കൂടെ മുത്തശ്ശനാന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും ഓൾറെഡി തന്നെ രാഘവൻ നായർ എന്താ ചെയ്യുമെന്ന് ഈ മുട്ടിന് വേദന ആയതുകൊണ്ട് ചായ കൊണ്ട് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും കുഴമ്പെടുത്തുകൊണ്ട് വരാനാണ് യഥാർത്ഥത്തിനകത്ത് ശ്യാമ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ കുഴമ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവർ അവിടെ സംസാരം പറയുമ്പോഴത്തേക്കും അതൊന്ന് വിട്ടുപോയപ്പോഴത്തേക്കും സത്യ ചോദിക്കുന്നുണ്ട് പപ്പി എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പപ്പി വന്ന് രണ്ടുപേരും കൂടെ ചെന്ന് റൂമിൽ പോയി ഇവരെല്ലാം പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതവൾ വല്ല മഞ്ചാടിക്കുരോ വല്ല പക്ഷിയോ വല്ല കാണിക്കാനായിട്ട് പോവായിരിക്കും. അവൾക്ക് എല്ലാത്തിനോടും ഭയങ്കര കൗതുകം അച്ഛന്ന് പറഞ്ഞിട്ട് ശ്യാമ അച്ഛൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കുഴമ്പനായിട്ട് തരാമെന്ന് പറയുമ്പോഴത്തേക്കും കുക്കറിൻ്റെ വിസിലേക്കണം. അപ്പോൾ കുക്കറിൻ്റെ വിസിലേക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ പോകുന്നു പറയുമ്പോഴത്തേക്ക് അയ്യോ ഈ പെണ്ണിനൊരു ബോധം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പപ്പിയും സത്യയും കൂടെ നമ്മുടെ കുട്ടി സത്യയും കൂടെ പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ കുഴമ്പിരിക്കുന്നത് കണ്ടിട്ട് ഇത് എന്തുവാ അച്ഛാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് കുഴമ്പാണ് എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ അത് മേത്ത് പുരട്ടാനാണെന്ന് പറയുന്നുണ്ട്. അതെന്തിനാ മേത്ത് പുരട്ടുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൗഡർ പോലെ ഇടുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല മക്കളെ, നമ്മുടെ വണ്ടിയൊക്കെ തേയ്മാനം വരുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും പണി കഴിപ്പിക്കത്തില്ല, അതുപോലെ തന്നെ പ്രായമോ നമുക്കും അങ്ങനത്തെ രീതിക്കകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലത്തെ എണ്ണയൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുത്തൻ വണ്ടി പോലെ റെഡിയാവും. ഓ അങ്ങനെ, അപ്പം നമുക്ക് മുത്തശ്ശനെ വർക്ക്ഷോപ്പിൽ കയറ്റി പണിയുന്ന പോലെ പണിഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് വണ്ടീനെ റീമോഡിഫൈ ചെയ്യുന്ന പോലെ രീതിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹം കൊണ്ടല്ലേ മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ചെയ്തെന്നാണ് മേടിച്ച് രാഘവൻ നായർക്ക് അത് രണ്ടുപേരും കൂടെ ചെന്ന് കുഴമ്പ് തടവി കൊടുക്കുന്നു. അതാണ് ഇന്നത്തെ എപ്പിസോഡ്.